ഞങ്ങളെല്ലാവരും ഒന്ന് വൈകുന്നേരമായപ്പോൾ വെറുതെ ഒന്ന് പുറത്തിറങ്ങി. നമ്മുടെ നാട്ടിൽ തന്നെ നമ്മൾ കാണാത്ത കുറെ സ്ഥലങ്ങളുണ്ട്, ഒന്ന് കാണാൻ എത്തി. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിണ്ടാവൂലേ, നമ്മളിതാ തൃക്കളയൂർ ക്ഷേത്രകുളത്തിന്റെ അടുത്താണ്. സത്യം പറഞ്ഞാൽ നമ്മളടുത്ത് ഇങ്ങനെ ഒരു സംഭവം എന്നുള്ളത് നമ്മൾ ഇതുവരെ കണ്ടി. ഇവിടെ ഒക്കെ ഈ കുളത്തിലേക്ക് ഇറങ്ങാനുള്ള ഈ നടവഴിയൊക്കെ ആ പഴമന്റെ സെറ്റപ്പ് വല്ലാത്തൊരു ഫീൽ ചെയ്തിട്ടുണ്ട്. ഇതിലെങ്ങനെ പോയിട്ടാന്ന് തോന്നുന്നുണ്ട് കേട്ടോ കുളത്തിലേക്ക് ഇറങ്ങല്. കുളത്തിലേക്ക് നോക്കുമ്പോൾ വല്ലാത്തൊരു ഫീലാണ്. ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഏതോ ഒരു പഴയ കാല സിനിമയിലേക്കൊക്കെ പോകട്ടോ. സത്യത്തെ ആൾക്കാരൊക്കെ കണ്ടപ്പോൾ എന്താണെന്നറിയില്ല കേട്ടോ. ഞാൻ കുറേ നേരം ഇവിടെ ഇങ്ങനെ മുകളിലേക്ക് നോക്കിയൊക്കെ ഇരുന്നു. ഇത് നമ്മൾ വീഡിയോസിലും ഫോട്ടോസിലും ഒക്കെ മാത്രം കണ്ടിട്ടുള്ളൂ. ഇനി ഇത്രയും അടുത്ത് ഇങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ടായിട്ട് നമ്മൾ ഇപ്പോഴാണല്ലോ കാണാൻ പറ്റി. അടുത്ത നമ്മൾ ഇനി ഒരു കൊടുങ്കാടിന്റെ ഉള്ളിൽ കൂടെയാണ് ഞാൻ. ഇതെങ്ങട്ടാന്ന് കാണണമെങ്കിൽ നമ്മളിപ്പോ പോരി. പണ്ട് ഇവിടെ നമ്പൂരിമാരൊക്കെ താമസിച്ചിരുന്ന വീടാണ്. വർഷങ്ങളോളം പഴക്കമുള്ള വീടാണ് കേട്ടോ. ഇതിന്റെ കറക്റ്റ് ഹിസ്റ്ററി നമുക്കറിയില്ല കേട്ടോ. എന്നാൽ ഈ വീടിന്റെ ഒക്കെ സെറ്റപ്പ് ഒക്കെയാണ് നിങ്ങൾ. നമ്മളൊക്കെ വീടിന്ന് 2 ദിവസം വിട്ട് നിന്നാൽ നമ്മളെ വീടാകാൻ നാശം. ഇതിനൊക്കെ ഇത്രയും കാലപ്പഴക്കൊന്നും മെയിൻ്റെനൻസ് ഒന്നും ഇല്ലായിട്ടും നല്ല സെറ്റപ്പിൽ അവിടെ നിൽക്കുന്നു. ഇതിന് പുറത്ത് കാണുന്ന ചെറിയ ചെറിയ കംപ്ലൈന്റുകളൊക്കെ ഉള്ളൂ. ഇതിന്റെ ഓരോ ഭാഗങ്ങളും ഇപ്പോഴും അടിപൊളിയായി. ഈ വീടിന്റെ ഒക്കെ മേൽക്കൂര കമ്പിന്റെ പട്ടിയും കൗക്കോലുമാണ്. അതുകൊണ്ട് തന്നെ അതിനൊന്നും കേടുപാടും സംഭവിച്ചില്ല. പിന്നെ ഇതിന്റെ വാതിലുകളൊക്കെ ഒന്ന് നോക്കി നമ്മൾ പ്രേത സിനിമയിലൊക്കെ കാണുന്ന ഒരു സെറ്റപ്പ് ഇല്ലേ. സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഇവിടെ നിന്ന് പോരുമ്പോൾ എന്റെ കെട്ടിയ കുറെ നുണക്കഥകളോട് പറഞ്ഞു തന്നെ. അതുകൊണ്ട് തന്നെ ഇവിടെ എത്തിയപ്പം വല്ലാത്തൊരു പേടി. കാരണം ഒന്നുമില്ലേ, ഈ കാടിന്റെ ഇടയിൽ നമ്മൾ മാത്രമേ ഉള്ളൂ. പാമ്പിനെ എന്തെങ്കിലും കണ്ടില്ലെങ്കിൽ ഇന്നത്തെ വീഡിയോന്റെ മൂടോട് പോയി. ഭാഗ്യത്തിന് ഞങ്ങളൊരു സാധനത്തിനും കണ്ടില്ല. ആ ഒരു വീടിന്റെ തൊട്ടടുത്തായിരുന്നു ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്. ഇത് കണ്ടിട്ട് ഓല അടുക്കള ഭാഗം തന്നെ എന്നെയും തോന്നുന്നു. ഈ ഭാഗം ഏകദേശം മുഴുവനായി പൊളിഞ്ഞു വീണ്. ഇതിന്റെ ഉള്ളിൽ കൂടെ അത് അങ്ങനെ വന്ന് നോക്കി ഇവിടെ ഒരു കിണറാണ് കേട്ടോ. കിണറൊക്കെ ആകെ കാട് മൂടിയാണ്. ഇവിടുന്നൊക്കെ നോക്കി ആ വീടിന്റെ കൊലായൊക്കെ ഉഷാറായി കാണാം. ഇതിന്റെ ഉള്ളിലും കേടുവരാത്ത കുറെ സാധനം, ആട്ടുരലുണ്ട്, അതുപോലെ തന്നെ അമ്മയും കുട്ടിയൊക്കെ ഉണ്ട്. സത്യം പറഞ്ഞാൽ ഈ വീടൊക്കെ എന്തിനാ ഒഴിവാക്കിയ മെയിൻ്റെനൻസ് ഒന്നും കൊടുക്കാതെ. ഇത് ദേവസ്വം ബോർഡിന്റെ സ്ഥലമായിരിക്കും. അറിയണോലെ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യും. ഇവിടെ ഏറെയത്ത് തൂങ്ങിക്കിടക്കണ ഈ വിളക്ക് വരെ എപ്പോഴും അവിടെ തൂങ്ങിക്കിടക്കുന്നുണ്ട്. ഇവിടെ കുറച്ചേരം നിന്നപ്പോ ആകെ ചൊറയിലും മാന്തലായിട്ട് നല്ല കൊതുകുണ്ട്. അവിടെ ഞങ്ങൾ വീണ്ടും മലയും കുന്നൊക്കെ താണ്ടി കയറി. പോണ വൈക്കതാ കുറച്ച് കുട്ടികൾ മീൻ പിടിക്കണ്ടായി. നമ്മളെ മൂപ്പര് അപ്പം തന്നെ ചൂണ്ടലോലെടുത്തുന്ന കൈ. പിന്നെ തൊള്ളുമ്പോ ഇരനെ കൊടുക്കായി കാണുന്നത്. തൊള്ളിട്ട് തള്ളിയിടാളെ നല്ല കൈവുണ്ട് മൂപ്പർക്ക്. അങ്ങനെയാണ് ഇനിയും തള്ളിയിട്ടതേ. അങ്ങനത്തെ നമ്മളെ കാക്ക യന്ത്രങ്ങളൊക്കെ സെറ്റാക്കി തൊട്ടിക്കിറങ്ങി. വെള്ള തുണിയും കുപ്പായിക്കിട്ട് രാഷ്ട്രീയക്കാർ ഇറങ്ങിയാരാണ് മീൻ പിടിച്ചാറ്. വേറൊരു കാര്യം കൂടി പറഞ്ഞാൽ ആ തുണിന്റെ വാപ്പന്റെ ആണ്. അടുത്ത് തന്നെ പെണ്ണെട്ടിയുള്ള വലിയ സുഖങ്ങൾ ഇതൊക്കെയാണ്. എന്റെ അമ്മ എന്റെ വാപ്പന്റെ തുണി എന്റെ പേരത്തെ അയിലുമ ചിക്കിട്ടിഞ്ഞ് എടുത്തിട്ടാണ് ഈ മീനുകളോട് എന്തൊക്കെ സ്വകാര്യം പറയുന്നുണ്ട്. ആ സ്വകാര്യം സ്നേഹം കണ്ട് വികാത്തോലെ ആരാളുള്ളത്. ഇതാ ഒരു മീനും വീഴും. പാവം അതിനറിയില്ലല്ലോ ഈ സ്നേഹം കൊല്ലാൻ കൊണ്ടുപോകാനാണ്. അങ്ങനെ ചെക്കന്മാർക്ക് ആ മീനും കൊടുത്ത് നമ്മളോട് കയറി. പണ്ട് മൂത്തമ്മമാർക്ക് നടന്നു പോയിഞ്ഞ കാലത്ത് നടന്നു പോയിഞ്ഞ സ്ഥലം എന്ന് പറയാണ്ട് മൂപ്പരി. അപ്പൊ ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പൊ ബൈ.